ഹായ് ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ മിഡ് ഓഫ് ദ ജൂണിൽ റിയൽമി 11 Pro Plus എന്ന് പറയുന്ന വേരിയൻ്റ് സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഒരുപാടധികം സുഹൃത്തുക്കൾക്ക് ഒരു ഡൗട്ട് കാണും, ഈ ഒരു സ്മാർട്ട് ഫോൺ എടുക്കണോ അതോ ലാവ അഗ്നി 2 എടുക്കണോ. അപ്പോൾ ഈ ഒരു നമ്മൾ മിഡ് ഓഫ് ദ ജൂൺ ആകുമ്പോൾ തന്നെ ലാവ അഗ്നിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് പല ബ്രാൻഡ്സും വേറെ സ്മാർട്ട് ഫോൺസ് ഇറക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ അങ്ങനെ റിയൽമി ഈ ഒരു മിഡ് ഓഫ് ദ ജൂണിൽ ഇറക്കാൻ പോകുന്ന ഒരു മോഡലാണ്. ഇത് ഓൾറെഡി ചൈനയിൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസും ബാക്കി കാര്യങ്ങളും ഡീറ്റെയിൽസ് ആണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ്, അത് ഇത് എടുക്കണോ അതോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനം കൂടെ ഈ ഒരു വീഡിയോയ്ക്ക് ഇതിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സോ ആദ്യം ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് എന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് തുടങ്ങാം. സോ പ്രൈസ് നോക്കുകയാണെങ്കിൽ 91 മൊബൈൽസിന് മെൻഷൻ ചെയ്തിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നത് 25,000 രൂപയാണ്. അതേസമയം സ്മാർട്ട് പ്രിക്സ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ളത് 30,000 രൂപയെന്നുമാണ്. സോ എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോൺ, അതായത് നേരത്തെ ഇറങ്ങിയ Realme 10 Pro Plus നോക്കുകയാണെങ്കിൽ 25,000 രൂപ പ്രൈസ് സെഗ്മെൻറ്റിൽ വന്നുകൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണും തീർച്ചയായിട്ടും 25,000 രൂപ എന്ന് പറയുന്ന ഒരു പ്രൈസ് സെഗ്മെൻറ്റിലായിരിക്കും വരുന്നത്. അപ്പോൾ എന്തായാലും ആദ്യം തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രോസ് അഥവാ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ 25,000 രൂപ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ബ്രാൻഡ് ഫുൾ HD+ AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 120 Hz റീഫ്രഷ് റേറ്റുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. അത്യാവശ്യം നല്ലൊരു കിട്ടുന്ന ഡിസ്പ്ലേ തന്നെയാണ് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സെയിം ഡിസ്പ്ലേ തന്നെയാണ് നമുക്ക് ലാവ അഗ്നി 2 കാണാനായിട്ട് പറ്റുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് ലാവ അഗ്നിയിൽ കറൻറ്റ്ലി മിസ്സിംഗ് ആയിട്ടുള്ള സംഭവമാണ് ഈ ഒരു സ്റ്റീരിയോ സ്പീക്കേഴ്സ് എന്ന് പറയുന്നത്. ബട്ട് ഇവിടെ റിയൽമി ആ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. സോ നല്ല രീതിയിലുള്ള ഒരു 100 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറും ഈ ഒരു ബോക്സിനകത്ത് ഇൻക്ലൂഡ് ആണ്. അതായത് നമ്മൾ സെയിം OnePlus 11 സീരീസിൽ കണ്ട ആ ഒരു സൂപ്പർ വൂക്ക് ചാർജർ എന്ന് പറഞ്ഞ ചാർജർ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബോക്സിലും കൊടുത്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അതോടൊപ്പം തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് 4K 30 FPS റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സോ ഇവിടെയും അവർ ചെറിയൊരു വീഴ്ച കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് 60 FPS നമുക്ക് ഇതിനകത്ത് വീഡിയോ എടുക്കാനായിട്ട് സാധിക്കില്ല. 5G സ്മാർട്ട് ഫോണാണ്, NFC സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രോസ് അഥവാ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു സാധനം 2-3 കാര്യങ്ങൾ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ മിസ്സിംഗ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അകത്ത്. അപ്പോൾ ഇനി എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കോൺസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കോൺസ് ആയിട്ട് ഫസ്റ്റ് പറയാനുള്ളത്, ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേക്കകത്ത് നമുക്ക് ഒരു തരത്തിലുള്ള പ്രൊട്ടക്ഷൻ വരുന്നില്ല. അതായത് ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ തന്നെ ഡ്രാഗൺ ട്രെയിലെ ഗൊറില്ല ഗ്ലാസ് അതേപോലത്തെ ഒരു പ്രൊട്ടക്ഷനും നമ്മൾ റിയൽമി ഈ ഒരു സ്മാർട്ട് ഫോൺ കൊടുത്തിട്ടില്ലെന്ന് വേണമെങ്കിൽ തന്നെ പറയാനായിട്ട് സാധിക്കും. കാരണം ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഒരു പ്രൊട്ടക്ഷനും ഇല്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു കർവ്ഡ് സ്ക്രീൻ ഗാർഡ് ഇട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. കാരണം ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ലാവ അഗ്നി 2 അതേപോലത്തെ ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് റിവേഴ്സ് ചാർജിംഗ് ഇല്ല, വയർലെസ് ചാർജിംഗ് ഇല്ല. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ, അതായത് 25,000 രൂപയുടെ സെഗ്മെന്റിൽ ഒരിക്കലും അങ്ങനെ ഒരു ചാർജിംഗ് വരില്ല. ബട്ട് 30,000 രൂപയുടെ സെഗ്മെന്റ് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് വയർലെസ് ചാർജിംഗ് വരേണ്ടതാണ്. പക്ഷേ ഇത് 25,000 രൂപയുടെ പ്രൈസ് സെഗ്മെന്റ് ആണെന്ന് കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ വയർലെസ് ചാർജിംഗ് റിവേഴ്സ് ചാർജിംഗ് നമ്മൾ അത്ര രീതിയിൽ മൈൻഡ് ചെയ്യുന്നില്ല. കാരണം OnePlus 11 സീരീസിലെ OnePlus 11 11R ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് ഒപ്റ്റിക്കൽ സൂം ക്യാമറ മിസ്സിംഗ് ആണ്. അതോടൊപ്പം തന്നെ നമുക്ക് സെക്കൻഡറി സ്ലോട്ട് ഇല്ല, അതൊന്നും ഇപ്പോൾ നോക്കാറില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന USB Type-C 2.0 ചാർജിംഗ് പോർട്ടാണ്. അത് കുറച്ച് ഔട്ട്ഡേറ്റഡ് ഒരു പോർട്ട് എന്ന് വേണമെങ്കിൽ തന്നെ പറയാനായിട്ട് പറ്റും. പിന്നെ സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ നമുക്ക് 1080p വരെ വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ചെറിയ ഹീറ്റ് ഇഷ്യൂസും ഈ ഒരു സ്മാർട്ട് ഫോൺ ഹെവി ആയിട്ട്, അതായത് നമുക്ക് ഇതിൻ്റെ അകത്ത് പെർഫോമൻസ് മോഡ് കിട്ടുന്നുണ്ട്. നമ്മുടെ ഈ ഒരു കളർ വോയിസിൽ, അത് മിക്ക കളർ വോയിസ് റൺ ആവുന്ന സ്മാർട്ട് ഫോണിലുണ്ട്. സോ അതിട്ട് നമ്മളൊരു അരമണിക്കൂറിന് മുകളിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് രീതിയിൽ ഫോൺ ഹീറ്റ് ഇഷ്യൂസ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വരുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ കോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്, നിങ്ങൾ എടുക്കാൻ പോകുന്ന തീരുമാനത്തിനെ കുറിച്ചിട്ടാണ്. സോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് ലാവ അഗ്നി 2 ആണ്. സോ അതിന് നിങ്ങളുടെ പേഴ്സണൽ പെർസ്പെക്റ്റീവ് പോലെ ഇരിക്കും. സോ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൊടുത്തേക്കാം. അപ്പോൾ ഇനി നിങ്ങളുടെ തീരുമാനമാണ് ഏത് സ്മാർട്ട് ഫോൺ എടുക്കണോ, അല്ലെങ്കിൽ ലാവ അഗ്നി എടുക്കണോ അതോ ഈ റിയൽമിയുടെ എടുക്കണോ എന്ന്. സോ ഈ റിയൽമിയുടെ ഫോണിൻ്റെ വോയിസ് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ റിയൽമി UI ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണിനകത്ത് നല്ല ആഡ്സും ബ്ലോട്ട്വെയറും കാര്യങ്ങളും കാണാം. സോ കുറച്ചുകൂടെ ക്ലീൻ യൂസർ ഇൻ്റർഫേസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ലാവയിലേക്ക് പോവുക. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ ബാക്കിയുള്ള തീരുമാനങ്ങളും കാര്യങ്ങളും നിങ്ങളുടെയാണ്. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഷെയർ ചെയ്തെന്നുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാണെങ്കിൽ സൈനിങ് ഔട്ട്.